കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാന കൃഷിയും വളർത്തുമൃഗങ്ങളുടെ കൂടും കാട്ടാന നശിപ്പിച്ചു. അരമണിക്കൂറോളം തമ്പടിച്ച ശേഷമാണ് കാട്ടിലേക്ക് ഈ കാട്ടാന മടങ്ങിയത്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വിവിആർ സൂചിപ്പിച്ചതേ ഉള്ളൂ, സഭയിൽ ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നു. വീടിന് സമീപത്താണ് ആന തമ്പടിച്ച് നിൽക്കുന്നത്. എങ്ങനെയാണ് അവിടെ ജനങ്ങൾ പറയുന്നത്? എന്താണ്, എന്തോരം നാശം സൃഷ്ടിച്ചിട്ടുണ്ട്? ഈ ആന പൂർണ്ണമായിട്ടും കാട്ടിലേക്ക് തിരികെ തന്നെ കയറിപ്പോയോ? ഡാനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കോതമംഗലത്ത് അവിടെ കീരമ്പാറയിലാണ് ഈ കാട്ടാന തമ്പടിച്ചത്. എറണാകുളം ജില്ലയിൽ അത് കോതമംഗലത്ത് കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ചാണ് കാട്ടാന എത്തിയത്. കൃഷിയും വളർത്തുമൃഗങ്ങളുടെ കൂടും കാട്ടാന നശിപ്പിച്ചു. അത് ഭീതി വിതയ്ക്കാനുള്ള സാഹചര്യം. അത് ഏതാണ്ട് അരമണിക്കൂറോളം ആ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മടങ്ങിയത്. ഡാനി, CCTV ദൃശ്യങ്ങളാണ്. എന്തായാലും വീടിന് സമീപത്തുകൂടി മതിലിനോട് ചേർന്നാണ് കാട്ടാന പോകുന്നത്. അത് മാത്രമല്ല അവിടെ നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ട് കാട്ടാന എന്നുള്ളതാണ്. ഡാനി, കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കാട്ടാന? ഇനി എങ്ങനെയാണ് തിരികെ കയറ്റിയത്? നാട്ടുകാരിറങ്ങിയാണോ സ്വയമേ തിരികെ മടങ്ങിയതാണോ വനത്തിലേക്ക്? ഡാനിയുമായിട്ടുള്ള ടെലിഫോണിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നു. അതാണ് അതിൻ്റെ കാര്യം. എന്താണെങ്കിലും ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം തത്സമയം ചേരും. ഡാനിയിൽ നിന്നും മറ്റു വാർത്തകൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. എറണാകുളത്തോടെ എടവനക്കാടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എറണാകുളത്ത് കടൽക്കയറ്റ രൂക്ഷമാണ്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഫോണിനെന്തോ പ്രശ്നമായെന്ന് തോന്നുന്നു അല്ലേ? എന്താണെങ്കിലും ഈ കോതമംഗലത്ത് അവിടെ കീരമ്പാറയിൽ കാട്ടാന സ്ഥിരമായി പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒരുപാട് കാട്ടാനകൾ പലപ്പോഴായിട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇന്നലെ എത്തിയ കാട്ടാന എങ്ങനെയാ വലിയ കാര്യമായിട്ടുള്ള നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയോ? ജനങ്ങൾ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയാണോ തിരികെ കയറ്റിയത്, അതോ സ്വയമേ തിരികെ പോയതാണോ കാട്ടിലേക്ക്? എൽദോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മേഖലയിൽ വനമേഖലയിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാട്ടാനകൾ. നമുക്ക് കുറച്ചറിയാം, കോതമംഗലം അതിൻ്റെ പരിസര പ്രദേശത്ത് കീരമ്പാറ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെയും കൂടുതലും കൃഷി ആശ്രയിച്ച് നിൽക്കുന്നവരും അങ്ങനെയുള്ള കർഷകരും എല്ലാം തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഭീഷണി കാട്ടാനകൾ സൃഷ്ടിക്കുന്നുണ്ട്. സമാനമായ ഒരു സ്ഥിതി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നത്. ഈ കാട്ടാനകൾ അത് ചിലപ്പോൾ കൂട്ടത്തോടെ എത്തുക, ഒറ്റതിരിഞ്ഞെത്തുക, ഇതെല്ലാം തന്നെ നാട്ടുകാർക്ക് ഇപ്പോൾ അവരുടെ ഒരു കാഴ്ചശീലങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. പലപ്പോഴും വീട്ടുമുറ്റത്തൂടെ പോകുന്ന രീതിയിൽ കാട്ടാനകൾ കൂട്ടമായി മാർച്ച് പാസ് ചെയ്തു പോകുന്നത് പോലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ഈ കാട്ടാനകൾ എത്തുന്നു. അത് വ്യാപകമായ രീതിയിൽ കൃഷിനാശങ്ങൾ പലയിടത്തും തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. നാട്ടുകാർ എന്താണ് ഇതിനെ ചെയ്യുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ആൾക്കാരെ അറിയിക്കുന്നുണ്ട്. വനംവകുപ്പിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനെ തുരത്തി ഓടിക്കുക അത്ര പെട്ടെന്ന് നമുക്കറിയാം, അത്ര പെട്ടെന്ന് സാധ്യമാവുന്നൊരു കാര്യമല്ല. ആ രീതിയിലേക്കുള്ള പ്രയത്നങ്ങൾ വന്ന് അത് ഫലപ്രാപ്തിയിലേക്ക് വരുമ്പോഴും ഒരു ഏരിയ തന്നെ കാട്ടാനകൾ തീർത്തിട്ടുണ്ടാകും. കാരണം അത് ഒരു തോട്ടത്തിലൂടെ 2-3 തവണ ഓടിയാൽ മാത്രം മതി അതെല്ലാം തന്നെ നശിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ശീലങ്ങളിലേക്കാണ് ഈ കോതമംഗലം വനമേഖലയോട് ചേർന്ന് കൃഷി നടത്തുന്നവരും താമസക്കാരും എല്ലാം തന്നെ അവരുടെ ഒരു അനുഭവങ്ങൾ പറയുന്നത്. ഈ ഒരു സ്ഥിതി തന്നെയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ തുരത്താനുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അത് പാതി വഴിയിലായിരിക്കുന്നു എന്നതാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആനകളെ തുരത്താൻ കഴിയുമെന്ന് തന്നെയാണ്. കാരണം പക്ഷെ അതിനു മുൻപ് ഈ കൃഷി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുകയാണ്. പലപ്പോഴും ഇത്തരം ഓണം എല്ലാം തന്നെ വരുന്നൊരു സമയത്തെ ആസ്പദമാക്കി നടത്തുന്ന കൃഷികൾ പലതുമുണ്ട്. പ്രത്യേകിച്ച് ഈ വാഴക്കൃഷി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം വളരെ പെട്ടെന്ന് അത് ആ തോട്ടത്തിലൂടെ ഇത് ആന കൂട്ടമായി സഞ്ചരിച്ചാൽ തന്നെ തീർന്നു പോകുന്നൊരവസ്ഥയിലേക്കാണ് ഉള്ളത്. അതുകൊണ്ട് വലിയ ഭീഷണിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ എൽദും നേരത്തെയുമുള്ള ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കാണും. അതിൽ വീടിന് മുന്നിലൂടെ എല്ലാം തന്നെ ഈ കാട്ടാനകൾ കൂട്ടത്തോടെ എല്ലാം നടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് അവിടെയുള്ള ഈ ആൾമറയില്ലാത്ത കിണറുകൾ അല്ലെങ്കിൽ കിണറുകളോട് സമാനമായ വലിയ കുഴികൾ, കൃഷി ആവശ്യങ്ങൾക്ക് മറ്റുമെടുത്ത കുഴികൾ, ഇതിലെല്ലാം ഈ കാട്ടാന വീഴുന്നതും പിന്നെ അതിൽ നിന്ന് കരകയറ്റാനുള്ള പെടാപ്പാടും എല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഗ്രാമവാസികൾക്ക് പരിചിതമാവുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളും ഏതാണ്ട് ഇത് തന്നെയാണ്. ഇനി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നെല്ലാമാണ് അറിയേണ്ടത്. എൽദോ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോതമംഗലത്ത് നിന്നല്ല, അത് ഈ കാടിനോട് ചേർന്ന് നിൽക്കുന്ന പല മേഖലകളിലും ഇത്തരത്തിൽ പ്രശ്നമുണ്ട്. ഒരുപാട് പേര് ഈ വന്യജീവിയിലെത്തുന്നത് ആനയാവട്ടെ അല്ലെങ്കിൽ പുലിയാവട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാട്ടുപന്നിയാവട്ടെ കൃഷിയും വളർത്തുമൃഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം. ഡാനിയിലേക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡാനി തുടരുക. എറണാകുളത്ത്